ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ എത്ര മണി പറയും? അധികം തല പോയിക്കേണ്ട, വൈകിട്ടാണ്. പക്ഷേ നമുക്ക് എടുക്കേണ്ട സീൻ എന്ന് പറയുന്നത് രാവിലത്തെ ഒരു സീനാണ്. അതാണ് നമ്മൾ വൈകിട്ട് പ്രഭാതത്തിൻ്റെ ഒരു റിക്രിയേഷൻ നടക്കുന്നത്, റിക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർട്ട് സഹോദരന്മാരെല്ലാം തന്നെ ഭയങ്കര തിരക്കിലാണ്. മറ്റേ സ്മോക്ക് ഇട്ടിട്ട് മഞ്ഞ് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ നമ്മുടെ മാധവൻ നായരും ചന്ദ്രികയും ജഗനും എല്ലാം റെഡിയാണ് ഷൂട്ടിന് വേണ്ടിയിട്ട്. അവരെല്ലാം നല്ല നല്ല അടിപൊളി ഒരു സീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. അതിൻ്റെ ഡയലോഗുകളും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്ന ഒരു സീനാണ്. ഇത് കണ്ട പുകയൊക്കെ ഇട്ട് രാവിലത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം മറ്റേ കൽക്കരിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിടാം. ഇതിപ്പോൾ ഇതാ അവരവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എല്ലാവരും. അതിനിടയ്ക്ക് ദീപുചേട്ടൻ പുതിയ കാറ് മേടിച്ചു. അപ്പം ഇതൊന്ന് ചെന്ന് നോക്കട്ടെ. വണ്ടി പണികളാണ്. എന്താ പരിപാടി? ഞാൻ വണ്ടി ഇടയ്ക്ക് ഒരു വണ്ടി എടുത്തായിരുന്നു, കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് 2024 ലാസ്റ്റ് വണ്ടിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 2024 ലാസ്റ്റ് വണ്ടി എടുത്താൽ എമൗണ്ട് കുറച്ച് നല്ല രീതിയിൽ കുറയും. അപ്പോൾ 2024 ലാസ്റ്റ് വണ്ടി എടുത്തിട്ട് എൻ്റെ ഒരു മനസ്സിനുള്ള ഇഷ്ടപ്പെട്ട ഒരു സംഭവം റെഡ് വിത്ത് ബ്ലാക്കാണ്. എനിക്ക് ടോപ്പ് മാത്രമേ ബ്ലാക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബോണറ്റ് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ആ സ്റ്റിക്കർ ഗ്ലോസി ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ബോർഡർ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ബോർഡർ കൊടുക്കും. അപ്പോൾ കമ്പനിയിലുള്ള സെയിം സാധനം നമുക്ക് സ്റ്റിക്കറായി വരുമ്പോൾ അതൊരു സ്റ്റിക്കർ നമുക്ക് മാക്സിമം ഒരു 1000 രൂപയ്ക്കകത്തേ വരുള്ളൂ. പക്ഷേ നമ്മൾ കമ്പനിയിൽ ഈ സെയിം സാധനം എടുക്കുമ്പോൾ 35-40 രൂപയ്ക്ക് മുകളിൽ വരുന്നു. സെയിം സാധനം സ്റ്റിക്കറിലങ്ങ് നമ്മൾ ഇതാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റിക്കർ കാണും. നല്ല സമയത്താൽ അഹങ്കരിക്കുന്നവരും സമയദോഷത്താൽ കഷ്ടപ്പെടുന്നവരും ഒരുപോലെ വായിച്ചാൽ അർത്ഥവത്താകുന്ന ഒരു വാചകമില്ല. മന്ത്രി ചെല്ലു ആലോചിക്കാതെ ഈ സമയവും കടന്നുപോകും. വണ്ടിയൊക്കെ നന്നായിട്ട് ഈ ചേട്ടൻ മോടി പിടിപ്പിക്കുന്നുണ്ട്. സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ സീനിനകത്ത് എനിക്ക് ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, ഈ സമയവും കടന്നു പോകും. അത് എല്ലാവർക്കും ഉള്ളൊരു ഉപദേശമാണ്. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒന്നും ശാശ്വതമല്ല, ആ സമയവും കടന്നു പോകും എന്നാണ് ഒന്ന് ക്ലിയർ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പരിപാടി എന്നോട് നടക്കുന്നത്. ഞാനും ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതിൽ കുറേ നൂലാമാലകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും സീനിലേക്ക് പോകാം. വീണ്ടും നമ്മുടെ ചന്ദ്രികാമ്മയുടെ ക്ലോസ് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പുകയും കാര്യങ്ങളും ഇടുവാണ്. എന്നെ കണ്ടതോടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് ആൾ. എന്തായാലും അതിരാവിലെ ഉള്ളൊരു സീനാണ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ടെലികാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഈ സീൻ. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ടെലികാസ്റ്റിംഗ് കഴിയാതെ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഊഴം ഇങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് നമ്മുടെ ശങ്കറാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല അടിപൊളി മേക്കപ്പൊക്കെയാണ് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ആളെയൊക്കെ ഇങ്ങനെ സുന്ദരനാക്കി. കൂടെ നമ്മുടെ റാണി ചേച്ചിയുണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ ദീപിച്ചേട്ടൻ്റെ വണ്ടി ഏകദേശം സെറ്റായി വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ വിഷ്കൈ നീട്ടം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കും. ദീപിച്ചേട്ടൻ എല്ലാവർക്കും വാരിക്കൂരി വിഷ്കൈ നീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല വിഷ്കൈ നീട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കും കിട്ടി. വിഷുവിന് മുമ്പേ വിഷ്കൈ നീട്ടം കിട്ടിയ ടീമാണ് ഞങ്ങളൊക്കെ. ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന സജഷൻ ഷോട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്മോക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഷൂട്ട്, മറ്റേ സൈഡിൽ കാറിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇരു കൂട്ടരും വായിച്ചപ്പോൾ അഹങ്കരിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഒരേപോലെ മനസ്സിലായി ഈ സമയം കടന്നു പോകും. സമയം അച്ഛന് നടത്തം മുടക്കണ്ട. ലിസ്റ്റ് പോയി എന്ന് പറഞ്ഞു വന്ദന അത് പറഞ്ഞു. സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ടെൻഷൻ അല്ലാതെ അല്ലെങ്കിൽ അത് വീണ്ടും പറഞ്ഞു.
ദീപു ചേട്ടാ അടിപൊളി അല്ലേ. എൻ്റെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും മൊബൈലൊന്ന് എടുത്തു തരാമോ എന്ന്. കണ്ടു ഞാൻ പോയ നടന്നോ ഫോൺ കട്ട് ചെയ്യും അല്ലേ? ഫോൺ കട്ട് ചെയ്യുന്നു അല്ലേ? ഒരു തവണയെങ്കിലും മുതൽ പോയിട്ട് പലിശയെങ്കിലും തന്നിട്ടുണ്ടോ? കാറ് ഇതിൻ്റെ ഡെക്കറേഷൻ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട് പിറ്റേ ദിവസമായിട്ട് ഞാൻ കണ്ടത്. കാരണം അന്ന് വൈകിട്ട് ദീപു ചേട്ടൻ എൻ്റെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ദീപു ചേട്ടൻ പോയി. അപ്പോൾ ഇത് എൻ്റെ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതിൻ്റെ ഒരു ക്ലിപ്പ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചായ ടൈമായി, എല്ലാവരും ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ പിള്ളേർ എല്ലാം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചായയും സ്നാക്സും ഒക്കെ സെറ്റാണ്. ഇന്ന് സ്പെഷ്യലായിട്ടോ സ്നാക്സ്. എനിക്ക് തോന്നുന്നു സമോസയൊക്കെ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് എടുക്കാം എന്നേ ഉള്ളൂ. സമോസയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം നമുക്ക് ഷൂട്ട് വരുന്നത് ARS സ്റ്റുഡിയോയിലാണ്. എല്ലാവരും തന്നെ ഉണ്ട്. പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് നമ്മുടെ സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയുടെ ഷൂട്ട് നടക്കുന്നത്. അവരുടെ പ്രൈം ലൊക്കേഷനാണിത്. അടിപൊളി ലൊക്കേഷനായിട്ട് നല്ല സീരിയലുമാണ്. അത് കാണാറുണ്ടല്ലോ അല്ലേ? ജെയിനും എല്ലാവരും തന്നെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അതായത് ജെയിൻ്റെ ഫാഷൻ പരേഡൊക്കെ ഉണ്ട്, ഡാൻസൊക്കെ ഉണ്ട്. നമുക്ക് ഡാൻസൊക്കെ കാണാം. കൂടെ എല്ലാവരും തന്നെ ഡാൻസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. അവർ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഷിഫ്റ്റായിരുന്നു ഇങ്ങോട്ടേക്ക്. ആദ്യം ഒരു അമ്പലത്തിലായിരുന്നു, അതിനുശേഷം ഇങ്ങോട്ട് വന്നു. ഒരു സെൽഫി വീഡിയോയ്ക്ക് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്താൽ വിചാരിച്ചു ഞാൻ സെൽഫി എടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതോ സിനിമയെ പറ്റിയുള്ള വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വീഡിയോ കണ്ടപ്പം രണ്ടുപേരും മിണ്ടാതിരുന്നു കേട്ടോ. സെൽഫിക്കൊക്കെ പോസ് ചെയ്തു. ഇതാ നമ്മുടെ ജെയിൻ എവിടുന്നോ കിട്ടിയൊരു കണ്ണാടിയാണത്. ആരോ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. വണ്ടി വന്നിട്ടുണ്ട്. ഫൈനൽ ലുക്കിൽ വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദീപു ചേട്ടൻ്റെ വണ്ടി. ഇനി നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഈ വരുന്നത് ആരാണെന്ന് മനസ്സിലായി. നമ്മുടെ പ്രിയപ്പെട്ട വന്ദനയാണ്. വന്ദന പലരും ചോദിക്കും വന്ദന മലയാളിയാണോ അതോ തമിഴാളിയാണോ ചോദിച്ചു. വന്ദന നല്ല മലയാളിയാണ്. വീണ്ടും ഒരു ചായ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പിസോഡ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ ബൈ.